എൻ്റെ പേര് അനുമേരി തമ്പി. ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര് നോനു പാപ്പി എന്നാണ്. ഒരു പ്രീമിയം സെക്ടർ പിക്കിൾ ആൻഡ് കോണ്ടിമെന്റ് ആണ്. അതിന്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലാസ് 2 പ്രിസർവേഷൻസ് ഇല്ലാത്ത ബ്രൈൻ ചെയ്യാത്ത പിക്കിൾസ് ആണ്. നമ്മളുടെ ഒരു ഹിറ്റിംഗ് പ്രോഡക്റ്റ് ആണ്. ഒരു കോണ്ടിമെന്റ് ആയിട്ടുള്ള രസത്തിന്റെ മിക്സ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബോയിൽ ചെയ്ത രസമാകാൻ പറ്റും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മിക്സ്, ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് തിളപ്പിച്ചാൽ രസമാണ്. വേറെ സീസണിങ് സോർട്ടിംഗ് ഒന്നും വേണ്ട. എല്ലാ പ്രോഡക്ട്സും GS1 ബാർകോഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ക്ലാസ് 2 പ്രിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടന്റ് കോൺസെൻട്രേറ്റഡ് ആണ്. സോ സോൾട്ട്, വിനീഗർ വളരെ കുറവാണ്. ഞങ്ങളുടെ ബ്രാൻഡ് നെയിം പോലെ തന്നെ നോനു പാപ്പി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കും അഡൾട്ടിനും ഈക്വലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പിക്കിൾസ് ആണ്. യൂഷ്വലി ഓവർ സ്പൈസീഡ് ആയിട്ടോ അല്ലെങ്കിൽ പിക്കിൾ കഴിച്ചിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല. ആൻഡ് ഇതിലധികം ഓയിലിന്റെ അംശമോ അല്ലെങ്കിൽ മറ്റ് ക്ലാസ് 2 കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള സോഡിയം ബെൻസോയിറ്റ് പോലുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊരു സ്ത്രീ സംരംഭകർ ചേർന്ന് നടത്തുന്നതാണ്. 2 പേരാണ് ഞങ്ങൾ പാർട്ട്നേഴ്സ് ഉള്ളത്. അതിലൊരു പാർട്ട്ണറാണ് ഞാൻ. ഞങ്ങൾ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് സപ്ലൈ ഉണ്ട്, കൊറിയർ വഴിയുണ്ട്. B2Bയും B2Cയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണലി ഞങ്ങൾ പ്രോഡക്റ്റ് അയക്കുന്നുണ്ട്. അതിനുള്ള ഫെസിലിറ്റിയും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ പ്രോഡക്ട്സിലും നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ് എത്ര പെർസെൻറ്റേജോളം അതിലുണ്ടാകുന്നുള്ളത്. ലൈക്ക് ഇതിപ്പോ മീനിന്റെ HR ആണ്. ഫിഷിലാണെങ്കിൽ 85% ഫിഷ് എന്ന് തന്നെ നമ്മൾ ഇതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. അത്രയും ഗ്രേവി കുറച്ചിട്ടാണ് ചെയ്യുക. 200 ഗ്രാം ബോട്ടിൽ 750 ഗ്രാം മീനാണ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബഫലോ മീറ്റ് ആണെങ്കിൽ ഇത് പോത്തിറച്ചിയുടെ HR ആണ്. ഇതിലും 850 ഗ്രാം മീറ്റ് ആണ് 200 ഗ്രാം പിക്കിളായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. വിത്തൗട്ട് ക്ലാസ് 2 ആണ് എല്ലാ പ്രോഡക്ട്സും ചെയ്യുന്നത്. ലൈക്ക് പൊടികളും അതേമാതിരി തന്നെ പിക്കിൾസും ഉണ്ട്. ഇത് പിക്കിൾ അല്ലാത്ത ഒരു ഐറ്റം ആണ്. നമുക്ക് സാലഡ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിപ്പാണ്. പീനട്ട് ചില്ലി ഓയിൽ എന്ന് പറയും. പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാണ്. അതിൽ മെയിൻ കണ്ടന്റ് നമ്മുടെ കപ്പലണ്ടിയും അതേമാതിരി തന്നെ വെളുത്ത എള്ളുമാണ് കണ്ടന്റ് വരിക. ദെൻ പിക്കിൾ അല്ലാത്ത ഒരു ഐറ്റം ഉണ്ട്. ദിസ് ഇസ് കരിനെല്ലിക്ക. നമ്മൾ 21 days മഡ് പോട്ടിൽ ഉടൻ ഫയറിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ്. നമ്മളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് 6238899013 അല്ലെങ്കിൽ നോനു പാപ്പി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലും സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സോഴ്സ് ഉണ്ട്. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട്. 3 to 5 ഡേയ്സിനുള്ളിൽ ഷിപ്പിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാം ഗ്ലാസ് ബോട്ടിൽസിലാണ്. പെർഫെക്റ്റ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരാൻ പറ്റും. എൻ്റെ പേര് വിജയ്. ഞാൻ കാര്യ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മാനേജറാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മുരിങ്ങയില പ്രൊഡക്ട്സ് ആണ്. മുരിങ്ങയില പൗഡർ, ക്യാപ്സ്യൂൾസ്, പിന്നെ മില്ലറ്റുകളുടെ മിക്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് 15 ടൈപ്പ് ഓഫ് പുട്ടുപൊടികൾ. ക്യാരറ്റ്, ബീട്രൂട്ട്, ബനാന, മുരിങ്ങ മില്ലറ്റ് തുടങ്ങി അനവധി പുട്ടുപൊടികൾ വരുന്നുണ്ട്. നമുക്ക് ഷുഗർ പേഷ്യൻസിനും സാധാരണ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുട്ടുപൊടികളാണ് നമുക്കുള്ളത്. പിന്നെ ചോളറവ, റാഗി റവ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഹെൽത്ത് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പൗഡേഴ്സ് ഉള്ളത്. പിന്നെ മുരിങ്ങയില പൗഡർ, മുരിങ്ങയില ക്യാപ്സ്യൂള് തുടങ്ങി മുരിങ്ങയിലയുടെ ഏകദേശം ഒരു 10ഓളം പ്രൊഡക്ട്സ് നമുക്കുണ്ട് ബൈ പ്രൊഡക്ട്സ് ആയിട്ട്. പിന്നെ മില്ലറ്റുകളുടെ മിക്സ് വരുന്നുണ്ട്. 5 മില്ലറ്റുകളുടെ മിക്സ് ആണ്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ്. അതിൽ മുരിങ്ങയില മിക്സ് ചെയ്ത് വരുന്ന ന്യൂട്രിമില്ലറ്റ് മുരിങ്ങയുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് മിക്സ് ചെയ്ത് വരുന്ന ന്യൂട്രിമില്ലറ്റ് ക്യാരറ്റ്, അങ്ങനെ തുടങ്ങിയുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ മുരിങ്ങയില പൗഡർ. നമുക്കിത് 50 ഗ്രാമിന്റെ ബോട്ടിലാണ് വരുന്നത്. നമുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിൽ എന്ന് വെച്ചാൽ ഡെയിലി മുരിങ്ങയില കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മുരിങ്ങയില പൗഡർ കഴിക്കാം. ഇതാകുമ്പോൾ നമുക്ക് എന്തിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കഴിച്ചാൽ ഇതിന്റെ ടേസ്റ്റോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത മുരിങ്ങയില കഴിക്കാത്തവർക്ക് പോലും ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതാകുമ്പോൾ BP, ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ആയുർവേദത്തിലൊക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇത് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് മുരിങ്ങയില പൗഡർ ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ മുരിങ്ങയില ക്യാപ്സ്യൂള്. ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ മുരിങ്ങയില പൗഡർ കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മുരിങ്ങയില ക്യാപ്സ്യൂൾ കഴിക്കാം. ഇവൻ മുരിങ്ങയില കഴിക്കുന്നതിന് പകരമായിട്ട് ക്യാപ്സ്യൂൾ കഴിക്കാം. ഇതാകുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാനും ഇൻടേക്ക് ചെയ്യാനും സുഖമാണ്. നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയാ, വെറുതെ കാലത്ത് വൈകുന്നേരമായിട്ട് നമുക്ക് ഓരോന്ന് കഴിക്കാം, അല്ലെങ്കിൽ ടോയ്സോ അല്ലെങ്കിൽ 1 ടൈമിൽ 2 ഇതോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് മുരിങ്ങയില കഴിക്കുന്നതിന്റെ അതേ ഗുണങ്ങൾ നമുക്കൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതാകുമ്പോൾ പ്രഷർ, ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് മുരിങ്ങയില പൗഡർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടുള്ള മിനറൽസ്, ന്യൂട്രീഷൻസും ഒക്കെ മുരിങ്ങയില പൗഡറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുരിങ്ങയില ക്യാപ്സ്യൂളും നമുക്ക് എന്താ പറയാ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് 5 മില്ലറ്റുകളുടെ മിക്സ് ആണ്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ്. ഇത് നമുക്ക് പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കുറുക്കി കഴിക്കാവുന്ന രീതിയിലുള്ള മില്ലറ്റുകളുടെ മിക്സ് ആണ്. നമുക്ക് ഒരു നേരത്തെ ഫുഡിന് പകരമായിട്ട് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു എനർജിക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മില്ലറ്റുകളുടെ മിക്സ് ആണ്.
ഇത് നമുക്ക് പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. എന്താ പറയുക, കുറുക്ക് പോലെ അല്ലെങ്കിൽ സ്മൂത്തി, ഷേക്ക്, അങ്ങനെ എന്ത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമസ്കാരം, ഞാൻ സുധീഷ് കുമാർ, ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡിൻ്റെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ കമ്പനി വരുന്നത് ചേലാമറ്റമാണ്. കാലടി പെരുമ്പാവൂരിലെ ചേലാമറ്റത്താണ് കമ്പനി വരുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ജിഫ് എന്നാണ്. നമ്മുടെ കമ്പനിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രൗട്ട് ചെയ്ത മില്ലറ്റ്സിൻ്റെ റെഡി ടു കുക്ക് ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സ്പ്രൗട്ട് ചെയ്ത മില്ലറ്റ്സിൻ്റെ ജോവാർ, പയൽ മില്ലറ്റ്, റാഗി എന്നിവയുടെ ദോശ മിക്സുകൾ, പുട്ടുപൊടികൾ, സ്പ്രൗട്ട് ചെയ്ത ജോവറിൻ്റെ കഞ്ഞി മിക്സ്. ഈ കഞ്ഞി മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മുളപ്പിച്ച ചെറുപയർ, മുതിര, ഉലുവ, മുളപ്പിച്ച ഉലുവ, മുളപ്പിച്ച ജോവർ എന്നിവയാണ് നമ്മൾ അതിൽ ഇടുന്നത്. അതിൻ്റെ കൂടെ ചാമ, കരിഞ്ചീരകം എന്നിവ നമ്മൾ മുളപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1 കപ്പ് കഞ്ഞി മിക്സ് എടുക്കുക, ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ 5 വീസിൽ കുക്കറിലിട്ട് കഞ്ഞി റെഡിയാവും. ഈ കഞ്ഞി മിക്സിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് കഴുകേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്താണ് ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വേറൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ മില്ലറ്റിൻ്റെ മുസ്ലി. നമ്മൾ 70% മില്ലറ്റിൻ്റെ സ്പ്രൗട്ട് ചെയ്ത ജോവറിൻ്റെ ഫ്ലേക്സാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓട്സിൻ്റെ ഫ്ലേക്സ്, ബ്രൗൺ റൈസ് ഫ്ലേക്സ്, കോൺ ഫ്ലേക്സ് എന്നിവയും, പിന്നെ ക്രാൻബെറി, ആൽമണ്ട് സ്ലൈസ് എന്നിവയും നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്, ഹെൽത്തിയാണ്. പിന്നീട് നമുക്ക് വിവിധ തരങ്ങളായ ലിറ്റിൽ മില്ലറ്റ് ഉപ്മാ മിക്സ്, ജോവറിൻ്റെ ഉപ്മാ മിക്സ് എല്ലാം റെഡി ടു കുക്കാണ്. പിന്നെ നമുക്ക് ബേബി ഫുഡ് സെഗ്മെൻറ്റിൽ നമുക്ക് കണ്ണങ്കായ പൗഡർ, നമുക്ക് റോ ബനാന പൗഡർ, റാഗി ആൻഡ് ബനാന മിക്സ്, ബനാന പൗഡർ, അതുപോലെ തന്നെ നമുക്ക് റാഗി സീരിയലും ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഉള്ളൊരു നാച്ചുറൽ പ്രൊഡക്റ്റ്സാണ് നമ്മുടെ എല്ലാം വരുന്നത്. നമുക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് GMP സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫിക്കേഷൻ, ഗ്ലോബൽ ഫുഡ് മാനുഫാക്ചറിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളിത് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് GCC കൺട്രിയിലേക്കും UK നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ G20 സമ്മിറ്റിൽ 2023 G20 സമ്മിറ്റിൽ മില്ലറ്റ്സിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു കമ്പനിയാണ്, നമ്മുടെ ജിഫ് ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആയിരുന്നു നമ്മൾ ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് വന്നിരുന്നത്. മതിയാണ്. ഇതാണ് നമ്മുടെ മില്ലറ്റിൻ്റെ കഞ്ഞി മിക്സ്, സ്പ്രൗട്ടഡ് ജോവർ മില്ലറ്റ് കഞ്ഞി മിക്സ് ആണ്. ഇതിൽ സ്പ്രൗട്ടഡ് ജോവറിൻ്റെ മുളപ്പിച്ച ജോവർ, മുളപ്പിച്ച ചെറുപയർ, മുളപ്പിച്ച മുതിര, മുളപ്പിച്ച ഉലുവ, അതിൻ്റെ ഒപ്പം തന്നെ ചാമ, കരിഞ്ചീരകം എന്നിവ ഇത് മുളപ്പിച്ചിട്ടില്ല. ഈ 2 ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഒറ്റ ചേരുവയിൽ തന്നെ നമുക്ക് ഒറ്റ പാക്കേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്നുള്ളതാണിത്. ഇത് നമുക്ക് 1 കിലോ ആണ് നമ്മുടെ ഈ പാക്കേജ് വരുന്നത്. 295 രൂപയാണ് 1 കിലോൻ്റെ ഒരു വില. നമുക്ക് 25 ടൈംസ് നമുക്ക് ഇത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വളരെ എക്കണോമിക് ആയിട്ടുള്ളൊരു ഹെൽത്തി ഫുഡ് നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെയധികം ഉപയോഗപ്രദമായ ഒരു പ്രോഡക്റ്റാണിത്. ഇത് എല്ലാവരും യൂസ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പേര് മഞ്ജു, സ്ഥലം പോൾഗാട്ടിയാണ്. എൻ്റെ പ്രോഡക്റ്റ് ടിൻഡൂസ് എന്നുള്ള പേരിലാണ് പുറത്തിറങ്ങുന്നത്. എനിക്ക് മില്ലറ്റിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ പപ്പടങ്ങളുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ, അങ്ങനെ പല വെറൈറ്റിയിൽ, മഷ്റൂം പപ്പടം, കുറേയേറെ പപ്പടങ്ങളുണ്ട്. പിന്നെ നമുക്ക് മില്ലറ്റ്, റാഗി അവല്, ഗോതമ്പ് അവല്, മില്ലറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള അവലുകളുണ്ട്. അതുപോലെ തന്നെ റാഗി റവ, നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നവർക്ക്, ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ റവ ഉപയോഗിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പിക്കിള് വരുന്നുണ്ട്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഉണക്കമുന്തിരി കൊണ്ടുള്ള പിക്കിള്. അതുപോലെ തന്നെ നമുക്ക് മഷ്റൂം പൗഡർ വരുന്നുണ്ട്. നമ്മൾ വേറെ ഒന്നും ഒരു പൊടിയും ചേർക്കാതെ മഷ്റൂം മാത്രം ഉണക്കി പൊടിച്ചിട്ട് ആ പൗഡറാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് റാഗിയുടെ അവലോസ് പൊടി ഉണ്ട്.
ഇതാണ് മഷ്റൂം പൗഡർ. മഷ്റൂം പൗഡർ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ ഡി ധാരാളം ഉണ്ട്, അതുപോലെ തന്നെ മിനറൽസ്, പിന്നെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. എല്ലാ വൈറ്റമിൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിരോധ ശക്തി നല്ല കൂടുതലാണ്. അസുഖങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാനും അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് അസുഖം കൂടാതെ നമുക്ക് ആ അസുഖത്തെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ചിപ്പിക്കൂണിന് ധാരാളം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൂണിൻ്റെ പൗഡറാണിത്. അപ്പോൾ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം, അതായത് സൂര്യപ്രകാശത്തിൽ അധികം പോവാതെ തന്നെ നമുക്ക് വൈറ്റമിൻ കിട്ടും. അപ്പോൾ അത്തരത്തിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയ കൂൺ പൗഡറാണ് ഇത്. ഡെയിലി ഒരു 1/2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ധാരാളം കറികളിലൂടെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ പാലിൽ ഇട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ സൂപ്പ്, കൂൺ സൂപ്പ് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ കുട്ടികൾക്ക് നമുക്ക് പാലിൽ ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ കറികളിലൂടെ ഉപയോഗിക്കാം. തോരനൊക്കെ വെക്കുകയാണെങ്കിൽ അതിലൊരു സ്പൂണ് നമുക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ എല്ലാം നമുക്ക് എല്ലാ വൈറ്റമിൻസും കിട്ടുന്ന ഒരു എന്താ പറയുക ഹെൽത്തി പ്രോഡക്റ്റ് തന്നെയാണ് മഷ്റൂം പൗഡർ, അതായത് ചിപ്പിക്കൂണിൻ്റെ പൗഡർ. ഇതാണ് നമുക്ക് മഷ്റൂമിൻ്റെ മറ്റൊരു പ്രോഡക്റ്റാണ് പപ്പടം. മഷ്റൂം ഉപയോഗിച്ചിട്ടുള്ള പപ്പടം. ചിപ്പിക്കൂണാണ്, ഓയിസ്റ്റർ മഷ്റൂമാണ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് അരിയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും മഷ്റൂമും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി പ്രോഡക്റ്റാണ്. നമുക്കിത് എണ്ണയില്ലാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഉപയോഗിക്കാത്ത ആളുകൾക്ക് വളരെ നല്ലൊരു പപ്പടം തന്നെയാണ് മഷ്റൂം പപ്പടം. പിന്നെ അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ നാൾ ഇരിക്കും. എണ്ണ വറുത്ത് വെച്ചാൽ തന്നെ ഒരു ടിന്നിലാക്കി വെച്ച് നമുക്ക് കൂടുതൽ സമയം ഇരിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം അടങ്ങിയിട്ടുള്ള ഒരു പപ്പടം തന്നെ ഇത്. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസും ഈ പറഞ്ഞ പൊടിയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും തന്നെ ഈ കൂൺ പൗഡറിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും, അത് കൂണിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഈ കൂൺ പപ്പടത്തിലൂടെ കഴിക്കാം. അതുപോലെ തന്നെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതായത് കുട്ടികൾക്ക് നമുക്ക് പപ്പടം അല്ല, സ്നാക്ക് പോലെ പൊരിച്ച് കഴിക്കാവുന്നതാണ്. എൻ്റെ പേര് CT ജോണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഒരു 8-9 ഐറ്റത്തോളം ഉണ്ട് പ്രോഡക്റ്റ്. അതായത് മൈഗ്രെയിൻ്റെ എണ്ണയുണ്ട്, നമ്മുടെ വേരിക്കോസിൻ്റെ എണ്ണയുണ്ട്, അതുപോലെ വേദനയ്ക്കുള്ള എണ്ണയുണ്ട്, പിന്നെ ഹൃദയത്തിൻ്റെ അതായത് കൊളസ്ട്രോൾ അലുത്ത് പോകാനുള്ള പൊടിയുണ്ട്, പിന്നെ അലർജിയുടെ തുമ്മൽ മാറാനുള്ള എണ്ണയുണ്ട്, ഷുഗറിനുള്ള പൊടിയുണ്ട്. അങ്ങനെ കുറേ ഐറ്റം ഉണ്ട്. വെള്ളപ്പാണ്ട്, സോറിയാസിസ് അങ്ങനെയുള്ള ഐറ്റത്തിനൊക്കെയുള്ള മരുന്നുകളുണ്ട്. താരൻ മുടികൊഴിച്ചിൽ മാറാനുള്ള എണ്ണയുണ്ട്. ഇതെല്ലാം നല്ല റിസൾട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഹൃദയാമൃതം പൊടി ഇതൊക്കെ നമ്മൾ ലാബ് ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് മെറ്റൽ ടെസ്റ്റ്, പെസ്റ്റിസൈഡ് ടെസ്റ്റ്, മൈക്രോബയോളജിക്കൽ അനാലിസിസ്, കെമിക്കൽ അനാലിസിസ്, സ്റ്റെബിലിറ്റി ടെസ്റ്റ്, പൈലറ്റ് സ്റ്റഡി ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് പരസ്യമൊന്നുമില്ലാതെയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞു കേട്ടാണ് നമ്മളെ അടുത്ത് വന്ന് വാങ്ങിക്കുന്നത്. ഇത് ചങ്ങലം വരണ്ട തൈലം. ഇത് മുട്ടുവേദന, നടുവേദന, നട്ടല് വേദന, പെടലി വേദന, സന്ധി വേദന, ചതവ്, ഉളുക്ക്, നീർക്കട്ടൽ ഇങ്ങനെയുള്ള വേദനയുള്ളിടത്തൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഈ മുട്ടുവേദനയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ് എല്ലാ കാര്യത്തിനും. അതുപോലെ ഈ നട്ടലിൻ്റെ ഇടയ്ക്ക് ഞരമ്പ് ജാമായി കഴിഞ്ഞാൽ ഇത് പുരട്ടുക, നമ്മുടെ തള്ളവിരൽ കൊണ്ട് മൃദുവായിട്ട് ഓടിക്കുക. ആ വേദന, ആ ഞരമ്പിൻ്റെ നീർക്കെട്ടൽ വലിഞ്ഞു കഴിയുമ്പോൾ ഞരമ്പ് ഫ്രീ ആവും, പിന്നെ വേദന ഉണ്ടാവില്ല. ഇത് വേരിക്കോസിനുള്ള എണ്ണയാണ്. ഈ എണ്ണ പുരട്ടിയാൽ മതി, തിരുമ്മേണ്ട കാര്യമില്ല. ഇപ്പം മിക്കവാറും ആൾക്കാരൊക്കെ ഇതുപോലുള്ള ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പറയും മേലോട്ട് തിരുമ്മണം എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പുരട്ടിയാൽ മതി, തിരുമ്മേണ്ട ആവശ്യമില്ല.
അപ്പോൾ പുരട്ടി 1 മണിക്കൂർ കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയും. ഇത് ദിവസം 1 തവണ മാത്രം ചെയ്താൽ മതി. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് പുരട്ടിയാൽ മതി. പുരട്ടുക, 1 മണിക്കൂർ കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയും. അത്രയേ ഉള്ളൂ. നല്ല റിസൾട്ടുള്ള. അതുപോലെ അൾസർ, വേരിക്കോസ് പൊട്ടിയിട്ട് അൾസറായിട്ടുള്ള ഇതിന് വരെ ഫലപ്രദമാണ്. കാരണം ആ വർണ്ണമൊക്കെ കരിഞ്ഞു പോകും. ഇത് മൈഗ്രെയിൻ്റെ എണ്ണയാണ്. ഇത് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ കുറച്ച് എണ്ണ കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് തലയുടെ നെറുകയിൽ, 2 ചെന്നിക്ക്, കൺപോളകളുടെ മുകളിൽ, മൂക്കിൻ്റെ 2 സൈഡിലും, താടിയെല്ലിൻ്റെ 2 സൈഡിലും, ചെവിയുടെ മുന്നിലും പുറകിലും ഇത്രയും ഭാഗത്ത് തൊട്ട് പുരട്ടുക. തൊട്ട് പുരട്ടി കഴിഞ്ഞിട്ട് കൈക്കകത്ത് മിച്ചം എണ്ണയുണ്ടെങ്കിൽ തിരിച്ച് കുപ്പിക്കകത്തേക്ക് ഒഴിക്കണ്ട. അത് നേരെ തലയുടെ നെറുകയിലേക്ക് പുരട്ടിയാൽ മതി. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് തന്നെ ഈ മൈഗ്രെയിന് ഇല്ലാതെയാവും. എന്ന് മാത്രമല്ല, നമ്മുടെ സൈനസിലൊക്കെ കഫം അടിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ ആ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ കഫമൊക്കെ അലുത്തിട്ട് കട്ടപ്പൊടി ഇങ്ങോട്ട് പോരും. അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദന പൂർണ്ണമായിട്ടും മാറി. ഇപ്പോൾ ഈ പറഞ്ഞ 4 പ്രോഡക്റ്റ് കൂടാതെ നമുക്ക് താരൻ മുടികൊഴിച്ചിലിനുള്ള എണ്ണയുണ്ട്. അത് ഒരാഴ്ച അടുപ്പിച്ച് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ താരനും മുടികൊഴിച്ചിലും പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും. അതിനുശേഷം പിന്നീട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ആ എണ്ണ വെച്ചാൽ മതി. താരനും മുടികൊഴിച്ചിലും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ അകാല നരയൊക്കെ തടയും. അങ്ങനെയുള്ള ഒരു എണ്ണയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ അലർജിയുടെ തുമ്മലിനുള്ള എണ്ണയുണ്ട്. അത് ചെറിയ കുപ്പിയാണ്, 15 മില്ലി കൊള്ളുന്ന കുപ്പിയാണ്. അപ്പോൾ ആ എണ്ണയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ 2 തുള്ളി എണ്ണ നമ്മുടെ മൂക്കിലൊഴിക്കുക. മൂക്കിലൊഴിച്ച് കഴിഞ്ഞാൽ 7 ദിവസം ചെയ്താൽ മതി. 7 ദിവസം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ അലർജിയുടെ തുമ്മൽ മാറിക്കിട്ടും. ചിലർക്ക് 2 ദിവസം കൊണ്ട് മാറും, ചിലർക്ക് ഒരാഴ്ച പിടിക്കും, ചിലർക്ക് ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് മാറിക്കിട്ടില്ല. കാരണം 10-18 വർഷം ആയിട്ട് തുമ്മിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും മാറത്തില്ല. ഒരു പകുതി കൂടുതൽ, ഒരു 70% മാറുള്ളൂ. അപ്പോൾ ഒരു 5-6 ദിവസത്തെ ബ്രേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. നല്ല റിസൾട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഈ ഡോക്ടറെ കാണാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വരുന്ന ബുദ്ധിമുട്ട്, നമ്മൾ മരുന്ന് കഴിച്ച് മടുക്കും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ആയുർവേദിക്കാണ്, ഫുള്ളായിട്ട് ആയുർവേദിക്കാണ്, ഹെർബൽ ഐറ്റംസാണ്. ഈ സസ്യങ്ങളുടെ വേര്, തണ്ട്, അങ്ങനെയുള്ള ഐറ്റംസാണ്, തൊലി, കായ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല റിസൾട്ടുള്ള സാധനം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ക്വാളിറ്റി ഇല്ലെങ്കിൽ ഈ സാധനമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം. നമ്മളിത് കൊടുക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിന് കൂടാൻ കിട്ടും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രോഡക്റ്റ് കിട്ടാനായിട്ട് അഡ്രസ്സ് അയച്ച് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറിൽ അയച്ചു തരും. ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ നമ്മളോട് മേടിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ ഈ സാധനം പോകുന്നുണ്ട്. എൻ്റെ പേര് ഷാജഹാൻ. ഞാൻ ആലുവ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാമീൺ വാലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മാനേജിങ് പാർട്ട്ണറാണ്. ഞങ്ങൾ ഈ സ്ഥാപനം, ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് ഇപ്പോഴൊക്കെ ഏകദേശം 2 വർഷത്തോളം ആകുന്നുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ യൂറോപ്പിൽ സാധാരണ ആളുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബീട്രൂട്ട് ലാറ്റെ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ചായയും കാപ്പിയും കഴിഞ്ഞാൽ ശരാശരി മനുഷ്യർക്ക് തുല്യമായ മറ്റൊരു പാനീയം കഴിക്കാനില്ല എന്നുള്ളതിൻ്റെ ഒഴിവിലേക്ക് വന്ന ഒന്നാണ് ബീട്രൂട്ട് ലാറ്റെ. പൊതുവെ യൂറോപ്യൻ നാടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കേരളീയർക്ക് അത്ര പരിചിതമല്ല. ഇന്ത്യയിലെ ടോട്ടലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപൂർവം ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ടത്. ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ബീട്രൂട്ട് ലാറ്റെ മാനുഫാക്ചേഴ്സ് ഞങ്ങളാണ്. മാത്രമല്ല, ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മാനുഫാക്ചേഴ്സും ഞങ്ങൾ തന്നെയാണ്. ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ബീട്രൂട്ടിൽ നിന്ന് പ്രത്യേക പ്രോസസ്സ് വഴി അതിനെ ഗ്രാനൂൾസുകളാക്കി, പൗഡറുകളാക്കി മാറ്റിയെടുത്ത ശേഷം അതിനകത്ത് കുറച്ച് നമ്മൾക്ക് കുറച്ച് കണ്ടന്റുകളുണ്ട്. ദെൻ ചോളം പോലെ ഫൈബർ കൂടുതലുള്ള ചില ചോളങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ചായയിൽ തേയില എങ്ങനെ ഉപയോഗിക്കുന്നു അതിന് പകരം ബീട്രൂട്ട് ലാറ്റെ പൗഡർ യൂസ് ചെയ്യാം.
ഒരു സ്പൂൺ ബീറ്റ്റൂട്ട് ലാറ്റെ പൗഡർ ഇടുക, ചായ പോലെ തിളപ്പിക്കുക, ഒരു പിങ്ക് കളറിലുള്ള ഒരു പാനീയം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഹെൽത്തിയാണ്, ആരോഗ്യപ്രദമാണ്, ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ബീറ്റ്റൂട്ട് ബ്ലഡ് വെസൽസുകൾ നന്നാക്കുകയും ചെയ്യും എന്നൊക്കെയാണ് കോമൺ ആയിട്ട് അതിൻ്റെ ഒരു സയൻസ് പറയുന്നത്. പിന്നെ അതിനകത്ത് ചേർത്തിരിക്കുന്ന ഫൈബറുകൾ സ്വാഭാവികമായിട്ടും ഷുഗർ പേഷ്യൻ്റ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ അമിതമായ വിശപ്പ് ഒഴിവാക്കും. അങ്ങനെ കുറെ ഗുണങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ്. ഇതൊക്കെയാണ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത. 3 വെറൈറ്റി പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ഞങ്ങളാണ് ഏതായാലും ബീറ്റ്റൂട്ട് ലാറ്റയ്ക്ക് തുടക്കമിട്ടത്. ഇതേപോലെ പ്രൊഫഷണലി ആയിട്ട് തുടക്കമിട്ട ഇന്ത്യയിലെ ഏക സ്ഥാപനം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഗ്രാമീൺ വാലി എന്നാണ്. 100% ഹൈജീനിക് ആയിട്ടുള്ള ഫാക്ടറിയിൽ വളരെ കൃത്യമായും സുരക്ഷിതമായുമാണ് ചെയ്യുന്നത്. മാത്രമല്ല ബീറ്റ്റൂട്ട് ലാറ്റെ മറ്റു പല രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, നിങ്ങൾക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. മറ്റൊന്ന്, തണുത്ത പാലിൽ ലാറ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് ബീറ്ററോ പൗഡറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഓരോ ആളുകളുടെയും ഭാവനക്കനുസരിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ജാം പോലെ തയ്യാറാക്കാനും അങ്ങനെയൊക്കെ കഴിയും. ഞങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള ബീറ്റ്റൂട്ട് പൗഡറുകൾ, ക്യാരറ്റ് പൗഡർ, ബീറ്റ്റൂട്ടിന്റെ ഗ്രാനൂൾസുകളൊക്കെ, ഒരുപക്ഷെ പായസവും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാനൂൾസുകൾ, പിന്നെ മറ്റുള്ള കാവൻഡിഷ് പോലുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള പഴങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ലെതർ ഷീറ്റുകൾ, സീഡ്സുകൾ, കാൻഡീസ്, ഇങ്ങനെ വളരെയധികം പ്രോഡക്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായും കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബീറ്റ്റൂട്ട് ലാറ്റയിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ പേര് ഗ്രാമീൺ വാലി എന്നാണ്. ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.graminvalley.com. ജസ്റ്റ് ഗൂഗിളിൽ ഗ്രാമീൺ വാലി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഗ്രാമീൺ വാലിയുടെ ബീറ്റ്റൂട്ട് ലാറ്റെ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണത്. എന്താണ് ബീറ്റ്റൂട്ട് ലാറ്റെ? വളരെ സിമ്പിളായി പറയാം. ചായയും കോഫിയും കഴിഞ്ഞാൽ നമ്മൾക്ക് പകരം വെക്കാൻ പറ്റുന്നില്ല. എന്നാൽ പുതിയതായി നമ്മൾക്ക് ചായക്കും കോഫിക്കും പകരം വെക്കാനുള്ള മറ്റൊരു പാനീയമാണ് ബീറ്റ്റൂട്ട് ലാറ്റെ. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കോഫി പോലെ കഫീൻ ഇതിനകത്ത് ഉണ്ടാവില്ല. മാത്രമല്ല ബീറ്റ്റൂട്ട് ഉപയോഗിച്ചാണ് ഹൈ ക്വാളിറ്റി ബീറ്റ്റൂട്ട്, അതിന്റെ പൗഡർ, ഉയർന്ന ഗുണനിലവാരമുള്ള ബീറ്റ്റൂട്ടുകൾ ഉയർന്ന ക്വാളിറ്റിയിൽ പൗഡറുകളാക്കി അതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ ചേർത്തിട്ട് പ്രിസർവേറ്റീവ്സും യാതൊരു കെമിക്കൽസും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിന്റെ നിങ്ങൾക്ക് ചായക്ക് പകരമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോഫിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഏകദേശം ഒരു 200 ഗ്രാമിന്റെ ബോട്ടിലിൽ ഏകദേശം ഒരു 15 to 60 ടൈം, ഒരു 50-60 ടൈമൊക്കെ ഉപയോഗിക്കാൻ ഓരോരുത്തരെ ഡിപ്പെൻഡ്. സോ അത് അളവ് അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാകും. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് വരുന്നത് നമ്മൾ 100% ഇവിടെ കേരളത്തിൽ തന്നെയാണ്, ആലുവയിലുള്ള കമ്പനിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ കർഷകരുടെ അടുത്ത് നിന്ന് ഹാൻഡ് പിക്ക് ചെയ്യുന്ന ബീറ്റ്റൂട്ടുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് വളരെ ആരോഗ്യപ്രദമായ ഒരു പാനീയമായിട്ട് ബീറ്റ്റൂട്ട് ലാറ്റയെ കണക്കാക്കാം. നിലവിൽ ഇപ്പോൾ യൂറോപ്യൻ നാടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടേത്. ഇത് ഞങ്ങളുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ്. ഇത് നാച്ചുറൽ സീഡ് ബനാന ലെതർ. ഇത് എന്താണ്, നമ്മളുടെ നാട്ടിൽ ലഭ്യമായ കാവൻഡിഷ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് മലയാളികൾക്ക് എളുപ്പം മനസ്സിലാകും, എക്സ്പോർട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള റോബസ്റ്റ പഴം, അതിനൊരു പ്രത്യേക പൾപ്പ് രൂപത്തിലാക്കി ചെറിയ ടെമ്പറേച്ചറിൽ ഏകദേശം 30 ഹവറോളം സമയമെടുത്ത് ബേക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് ബീറ്റ്റൂട്ട്, കുറച്ച് കറുത്ത എള്ള്, വെളുത്ത എള്ള് പോലുള്ള സാധനങ്ങൾ ചേർത്ത് പഞ്ചസാര ചേർക്കാതെ ആണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത്. ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല, പക്ഷെ ഇതിന് നല്ല മധുരമാണ്. ഈ പ്രോഡക്റ്റിന് വളരെ മധുരമുള്ളൊരു പ്രോഡക്റ്റാണ്, പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിലും. ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മൾ സാധാരണ വരുന്ന ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കറുത്ത എള്ളും വെളുത്ത എള്ളും ബീറ്റ്റൂട്ടിൻ്റെ ചെറിയ തരികളുമാണ്. ഇത് വളരെ ഹെൽത്തിയായ ഒരു ഭക്ഷണമാണ്. സ്നാക്കായിട്ടോ സ്വീറ്റായിട്ടോ എന്ത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും.